ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 2 വിശുദ്ധ ബേസിലും വിശുദ്ധ ഗ്രിഗറി നസിയാൻസനും രണ്ടുപേരും പ്രതിഭകളാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല. ഞാനൊരു വിശുദ്ധ ബേസിലെ കുറിച്ചുള്ള ഒരു സംഭവം മാത്രം പറയാം. ഇപ്പോഴും ചില പള്ളികളിലൊക്കെ ജനുവരി 2 ആളുകൾ പള്ളി വരുമ്പോൾ ഒരു സവിശേഷമായ പതിവുണ്ട്. വലിയൊരു കേക്ക് വീടുകളിൽ ആൾക്കാർ കൊണ്ടുവരികയാണ്. അത് നടുവിലൊരു നാണയം വയ്ക്കും. അതിന് ചുറ്റും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചില സമ്മാനപ്പൊതികൾ. അത് ഈ വിശുദ്ധ ബേസിലുടെ തിരുനാളിൻ്റെ ദിവസമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യം ഇപ്പോഴും ആ പള്ളികളിൽ തുടരുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. ഈ വിശുദ്ധ ബേസിൽ വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ, നീസായിലെ വിശുദ്ധ ഗ്രിഗറി, ഇവർ 3 പേരെയും ചേർത്താണ് കപ്പദോച്ചിയ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബേസിൽ ഗ്രിഗറി നസിയാൻസൻ, ജോൺ ക്രിസോസ്റ്റം എന്നിവരെ മഹാപുരോഹിത ശ്രേഷ്ഠന്മാർ, ഗ്രേറ്റ് ഹൈറാർക്ക് എന്നാണ് പൗരസ്ത്യ കത്തോലിക്ക സഭകൾ വിളിക്കുന്നത്. ബേസിലിൻ്റെ നോമ്പുകാല പ്രസംഗങ്ങളുടെ സമാഹാരം വളരെ പ്രസിദ്ധമാണ്. അതറിയപ്പെടുന്നത് ഹെക്സാമെറോൺ എന്നാണ്. ഹെക്സാമെറോൺ സൃഷ്ടിയുടെ 6 ദിവസങ്ങൾ എന്നാണ് അതിനർത്ഥം. ഈ സൃഷ്ടിയുടെ 6 ദിവസങ്ങളുടെ ഇത് വെച്ചുകൊണ്ട് പുള്ളിയുടെ പ്രസംഗങ്ങളാണ് നോമ്പുകാല പ്രസംഗങ്ങൾ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്നൊരു ഗ്രന്ഥം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അതുല്യമായ ദൈവശാസ്ത്ര ചിന്തകളുള്ളതാണ്. ബേസിലിൻ്റെ വിശാലമായ അറിവ്, നൈരന്തര്യ സ്വഭാവമാർന്ന പ്രവർത്തനം, മൗലികമായ വാക്വിലാസം, അവർണ്ണനീയമായ ആദര ശുശ്രൂഷ, ഇവയെല്ലാം ചേർന്നപ്പോഴാണ് അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. മഹാനായ വിശുദ്ധ ബേസിൽ. നിക്യാ സൂനോദസിൻ്റെ വിജയത്തിന് പിന്നിൽ ബേസിൽ നൽകിയ സംഭാവന വളരെ വലുതാണ്. സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഉറാനോ ഫാന്തോർ. ഉറാനോസ് എന്ന് വെച്ചാൽ സ്വർഗം, ഫാന്തോർ എന്ന് വെച്ചാൽ വെളിപ്പെടുത്തുക. ഉറാനോ ഫാന്തോർ എന്ന് വെച്ചാൽ വെളിപ്പെടുത്തുന്നവൻ, ഇല്ലേ? സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ. അതായത് അത്രയും ആഴമേറെ ജ്ഞാനമുള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾ വിളിക്കാൻ തുടങ്ങിയതാണ്. അതുപോലെ ആര്യൻ ഭാഷാണ്ഡതയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിലും അദ്ദേഹം വളരെ വലിയ സംഭാവന നൽകി. അതുകൊണ്ട് സഭയുടെ വേദപാരംഗതനാണ്. സഭയിലെ തിന്മകൾ, അതായത് പ്രത്യേകിച്ചും വേദവിപരീതം എന്ന് പറഞ്ഞ ഭാഷാണ്ഡത, അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ളതല്ല. എല്ലാം ക്ഷമിക്കലും പൊറുക്കലും അല്ല വിശുദ്ധി. വേദവിപരീതം അഥവാ ഭാഷാണ്ഡത പഠിപ്പിക്കുക, ശീഷ്മ ചെയ്യുക, ഇതിനൊക്കെ ശക്തമായി നിലപാടെടുക്കണം. ഇപ്പോൾ എറണാകുളത്ത് നടക്കുന്നത് ശീഷ്മയാണ്, ഭാഷാണ്ഡതയാണ്. അതിന് ശക്തമായി എതിർക്കുന്നവരാണ് വിശുദ്ധർ. അതിനോട് സമരസപ്പെട്ട് പോകുന്നവർ പിശാചിൻ്റെ ആളുകളാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ഇങ്ങനെ വലിയ പണ്ഡിതനായിരുന്നു ഈ വിശുദ്ധ ബേസിലെങ്കിലും അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള സ്നേഹം ഭയങ്കര പ്രസിദ്ധമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. രോഗികളുള്ള അനുകമ്പയുടെ ആൾരൂപമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഈ സൂപ്പ് അടുക്കള എന്ന് പേരിട്ടൊരു പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി. സൂപ്പ് കിച്ചൻ. അതായത് അദ്ദേഹം സ്വയം ഭക്ഷണം പാകം ചെയ്ത് ദരിദ്രർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാവുന്ന ഒരു വഴിയമ്പലം, ആശുപത്രി, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭവനം, അവിടെ അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഈ സൂപ്പ് കിച്ചൻ പോലെ അങ്ങനത്തെ ഒരു അടുക്കളയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇത് നടക്കുന്നത് ഏത് നൂറ്റാണ്ടിലെ? 4-ാം നൂറ്റാണ്ടിൽ. 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം സൂപ്പ് കിച്ചൻ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി. അതായത് ഭക്ഷണം വിതരണം ചെയ്യുന്ന, സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു വഴിയമ്പലം, ആശുപത്രി, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭവനം, ഇങ്ങനെ സമുച്ചയമാണ് അദ്ദേഹം നിർമ്മിച്ചത്. അതിൻ്റെ പേര് ബസിലിയാദ് എന്നാണ്. ബസിലിയാദ്. ഈ ഗ്രിഗറി നസിയാൻസൻ അതിനെ വിളിച്ചത് അന്നത്തെ ലോകത്തെ ഒരു മഹാത്ഭുതം എന്നാണ്. ഈ ദൈവശാസ്ത്രവും മനുഷ്യരുടെ കരുതലും ഇത്രമേൽ സമ്മേളിച്ച ഒരാളെ കണ്ടെത്തുക എളുപ്പമല്ല. ഇവയൊക്കെ അവതരിപ്പിക്കാനാണ് ഈ കേക്കും നാണയങ്ങളും സമ്മാനങ്ങളും ക്രമപ്പെടുത്തിയ ഒരു പാത്രവുമായിട്ട് ആളുകൾ പള്ളിയിലേക്ക് വരുന്നത്. അതായത് പള്ളിയിൽ വരുന്നത് നമുക്ക് ലഭിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. കർത്താവിന് നമുക്ക് ലഭിക്കുമ്പോൾ ആ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക സ്നേഹത്തിലൂടെ. അതാണ് വിശുദ്ധ ബേസിൽ ചെയ്തത്. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ സമ്മാനപ്പൊതികളൊക്കെ ആയിട്ട് ആളുകൾ പള്ളിയിൽ വരുന്നത്. ദൈവശാസ്ത്രവും മനുഷ്യസ്നേഹവും, ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഇത്രയും വലിയ പണ്ഡിതനായ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇതിലിങ്ങനെ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഇത് നമുക്കൊരു വലിയൊരു മാതൃകയാണ്. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതല്ല. ആദര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പഠിപ്പില്ലാത്തവർക്കുള്ളതല്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ ദൈവത്തെ സ്നേഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, മനുഷ്യരെ സ്നേഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവശാസ്ത്രവും വഴങ്ങും, മനുഷ്യസ്നേഹവും വഴങ്ങും. താല്പര്യമാണ് പ്രശ്നം. നമ്മുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. വിശുദ്ധരാകാനുള്ള മോഹം, അത് വിശുദ്ധരാകണം എന്നുള്ള മോഹം മാത്രമല്ല, അതല്ല അതിൻ്റെ കാതലായ സംഗതി. മോഹം വേണ്ടത്
ദൈവത്തെ സ്നേഹിക്കണം, അങ്ങേയറ്റം സ്നേഹിക്കണം. അങ്ങേയറ്റം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് ചേരുമ്പോൾ നമ്മൾ വിശുദ്ധിയുടെ പാതയിലായിരിക്കും, എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ടെങ്കിലും. അങ്ങനെ വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കാൻ മഹാനായ വിശുദ്ധ ബേസിൽ നമുക്ക് മാതൃകയാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.